ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ താമസ സ്ഥലമായിരുന്ന ഭവനമായിരുന്ന കാസ സാന്ത മാർത്തായുടെ സമീപത്താണ്. ഈ കാസ സാന്ത മാർത്തായുടെ കപ്പേളയിലാണ് പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ഒരു ചെറിയ തിരുക്കർമ്മത്തിന് ശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായി മൃതശരീരം ബസിലിക്കയുടെ അങ്കണത്തിലേക്ക് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം അവിടെ നിന്ന് ബസിലിക്കയുടെ അകത്ത് പൊതുദർശനത്തിനായി വെക്കുന്നതാണ്. ഇപ്പോൾ വത്തിക്കാനോട് ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കുറേ ആളുകൾക്ക് ഇന്ന് പരിശുദ്ധ പിതാവിനെ കാണാനുള്ള അവസരം വത്തിക്കാൻ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് വത്തിക്കാന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നവരും വൈദികര്, അതുപോലെ തന്നെ മെത്രാന്മാര്, കർദിനാളന്മാര്, ചില രാഷ്ട്ര നേതാക്കൾ, ഇങ്ങനെയുള്ള ഏതാനും കുറച്ചു പേർക്ക് മാത്രമാണ് ഇന്ന് പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം കാസ സാന്ത മാർത്തയിലെ കപ്പേളയിൽ വെച്ച് കാണാനായിട്ട് അവസരമുണ്ടായിരുന്നുള്ളൂ. ദൈവകൃപയാൽ എനിക്ക് കാസ സാന്ത മാർത്തയിലെ കപ്പേളയിൽ പോയി പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. ദൈവത്തിന്റെ പ്രത്യേക നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹപ്രകാരം വളരെ ലളിതമായ രീതിയിലാണ്, വളരെ ശാന്തവും ലളിതവുമായ രീതിയിലാണ് അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരുന്നത്. നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ കേട്ടതുപോലെ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ഒരു പേടകത്തിൽ ആക്കി തറയിൽ നിന്ന് വെറും ഒരടി മാത്രം ഉയരത്തിൽ, പരിശുദ്ധ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ ശരീരം ഉയരത്തിൽ വെക്കരുത്. സാധാരണഗതിയിൽ ഇതിനു മുമ്പുള്ള പാപ്പാമാരുടെ എല്ലാം മൃതസംസ്കാര കർമ്മങ്ങൾ നടക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ശരീരം പെട്ടിയിൽ വെക്കുന്നതിന് മുമ്പ് ശരീരം പുറത്തു വെച്ചാണ് പൊതുദർശനം സാധാരണഗതിയിൽ നടത്താറ്. എന്നാൽ പരിശുദ്ധ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നു, ഫ്രാൻസിസ് പാപ്പ നേരത്തെ പറഞ്ഞിരുന്നു, എന്റെ ശരീരം പെട്ടിക്കുള്ളിൽ തന്നെ ആക്കി പൊതുദർശനത്തിന് വെക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രവുമല്ല, പഴയ ഒരു രീതി അനുസരിച്ച് ആളുകൾക്ക് കൂടുതൽ കാണത്തക്ക രീതിയിൽ നല്ല ഉയരത്തിൽ, ചിലപ്പോൾ നല്ല ഒരു 6 അടിക്ക് മുകളിൽ ഉയരത്തിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ ഭൗതിക ശരീരം വെക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ വെക്കരുത് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. തറയിൽ നിന്ന് ഒത്തിരി ഉയരത്തിലല്ലാതെ വേണം തന്റെ ശരീരം വെക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ച് തറയിൽ നിന്ന് വെറും ഒരടി മാത്രം ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത്. എനിക്ക് തൊട്ടടുത്തെന്ന് വെച്ചാൽ ഏകദേശം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇരിക്കുന്ന പേടകത്തിന്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാനും ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ആ കപ്പേളയിൽ ചെലവഴിക്കാനും എനിക്ക് സാധിച്ചു. ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ വന്ന് പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കുന്നത്, പ്രത്യേകിച്ച് വത്തിക്കാന്റെ സാന്താ മാർത്തയിലും അതുപോലെ വത്തിക്കാൻ സിറ്റിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഉള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നവരും, അല്ലെങ്കിൽ വത്തിക്കാൻ പിതാവുമായി കുറച്ച് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുമാണ് ഇന്ന് ഇവിടെ കാണാനായിട്ട് വരുന്നത്. എല്ലാവരുടെയും മുഖത്ത് വലിയൊരു വേദനയും സങ്കടവും മ്ലാനതയും കണ്ണുനീരും ഒക്കെ കാണാൻ പറ്റി. ഞാൻ വന്ന് ഇരുന്നത്, ഏറ്റവും പുറകിലായി ഞാൻ കുറേ സമയം ഇരുന്നത്, ഞാൻ ഇരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സഹോദരൻ ഇരിക്കുന്നത് കണ്ടു. ആ സഹോദരന്റെ പ്രത്യേകത, നമ്മളൊക്കെ ഒരു പക്ഷേ മീഡിയകളിൽ ധാരാളം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ പിതാവിനെ ഒരു സഹായിയായി, സന്തത സഹചാരിയായി അദ്ദേഹം പരിശുദ്ധ പിതാവിനോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഈ ഈസ്റ്റർ ഞായറാഴ്ചത്തെ ഓഡിയൻസിലും അദ്ദേഹം പരിശുദ്ധ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് വീൽ ചെയറിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വേദനയോടെ തല താഴ്ത്തി കണ്ണുനീരോടെ ഇരിക്കുന്നത് കണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്തു പോയിരുന്നു. എനിക്ക് അദ്ദേഹത്തിനോട് 1-2 വാക്കുകൾ, വളരെ ശാന്തമായ, ആരും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ചെവിട്ടിൽ അദ്ദേഹത്തോട് 1-2 വാക്കുകൾ സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പരിശുദ്ധ പിതാവിന്റെ അവസാന മണിക്കൂറുകളെ കുറിച്ച് ഞാൻ ചെറുതായി ഒന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. എങ്കിൽ പോലും ഞാൻ ചോദിച്ചപ്പോൾ 1-2 വാക്കിൽ അദ്ദേഹം പറഞ്ഞു, വളരെ ശാന്തനായിരുന്നു, ഒരു കോംപ്ലിക്കേഷനും പരിശുദ്ധ പിതാവിന് ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ ഞായറാഴ്ചത്തെ ആ ഒരു പബ്ലിക് ഓഡിയൻസിന് ശേഷം വളരെ ശാന്തനായി അദ്ദേഹം നന്നായി വിശ്രമിച്ചു. പ്രത്യേകിച്ച് മരണകാരണമായ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. മരണസമയത്ത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ശാന്തതയോടെയുള്ള ഒരു കടന്നുപോകലായിരുന്നു എന്ന് വളരെ വേദനയോടെയാണെങ്കിലും 1-2 വാക്കുകളിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് ശരിക്കും ഒരു ഹൃദയസ്പർശിയാണ്. പ്രാർത്ഥനയുടെ മനുഷ്യൻ, അല്ലെങ്കിൽ
കരുണയുടെ മനുഷ്യൻ, പാവപ്പെട്ടവരുടെ പാപ്പ എന്നൊക്കെ പറയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന ലോക മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഫ്രാൻസിസ് പാപ്പ നമ്മളിൽ നിന്ന് വേർപെട്ട് കടന്നു പോവുകയാണ്. ഇന്ന് പരിശുദ്ധ പിതാവിന്റെ അടുത്ത് പോകാൻ പറ്റിയ ആ ഒരു വലിയ ഭാഗ്യവും കൊണ്ട് ഇന്ന് ഞാൻ ഈ കാസ സാന്ത മാർത്തയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് പരിശുദ്ധ പിതാവിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം പരിശുദ്ധ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാനിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.